തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, കൊച്ചു ത്രേസ്യയുടെ ഒരു വാചകമാണ് മനസ്സ് നിറയെ. അവർ പറയുന്നത് ഇങ്ങനെയാണ്: സുവിശേഷം കയ്യിലെടുക്കുമ്പോൾ ഈശോയുടെ വ്യക്തിത്വത്തിൻ്റെ സുഗന്ധം എന്നിൽ നിറയുന്നു. സുവിശേഷത്തിനും ക്രിസ്തുവിനും ഒരു പ്രത്യേക സുഗന്ധമുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു സുഗന്ധം തന്നെയാണത്. ഇത് കൂടുതലും എനിക്ക് ബോധ്യമായി കിട്ടിയത് ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ നിന്ന്. അയാൾ പുഴക്കരയിൽ കുഷ്ഠരോഗികളെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മുറിവുകൾ കഴുകുകയും വച്ചുകെട്ടുകയും ചെയ്യുമ്പോൾ ആ കുഷ്ഠരോഗി കരയുന്നുണ്ട്. വിതുമ്പിയാണ് കരയുക. ആ കരച്ചിലിന് ഇടയിലൂടെ അയാൾ ഫ്രാൻസിസിൻ്റെ കരങ്ങളിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ ഫ്രാൻസിസ് അവനോട് ചോദിച്ചു, നീ എന്തിനാണ് കരയുന്നത്? നിനക്ക് വേദനിക്കുന്നുവോ? നമുക്കെല്ലാവർക്കും അറിയാം, അതൊരു പൊട്ട ചോദ്യമാണ്. കുഷ്ഠരോഗിക്ക് എവിടെയാണ് വേദനം സംവേദനം ചെയ്യപ്പെടുക? എന്നിട്ടും ഫ്രാൻസിസ് ആ ചോദ്യം ചോദിച്ചു. അപ്പോഴയാൾ ആ വിതുമ്പലിനിടയിലൂടെ മറുപടി പറഞ്ഞു, ഇല്ല, എനിക്ക് വേദനിക്കുന്നില്ല. പിന്നെ നീ എന്തിനാണ് കരയുന്നത്? അപ്പോഴയാളുടെ മറുപടി ഇങ്ങനെയായിരുന്നു: യു ആർ സ്മെല്ലിങ് ക്രൈസ്റ്റ്. താങ്കൾക്ക് ക്രിസ്തുവിൻ്റെ മണമാണ്. ആ കരങ്ങളെടുത്ത് നാസികയോട് ചേർത്ത് വെച്ചിട്ടാണ് അയാൾ അത് ആവർത്തിച്ചത്. നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ മണമാണ്. ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും ഇങ്ങനെയൊരു സുഗന്ധമുണ്ടെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന സുഗന്ധമുള്ള വരി ബൈബിളിൽ കിടപ്പുണ്ട്. കൊറിന്ത്യോസ്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് പറയുക: ഞങ്ങൾ ശിക്ഷിക്കപ്പെട്ടവരുടെയും രക്ഷിക്കപ്പെട്ടവരുടെയും ഇടയിൽ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ പരിമളം. വി ആർ ദി ആരോമ ഓഫ് ക്രൈസ്റ്റ്. അങ്ങനെ ഒരു സുഗന്ധമുണ്ട്. സുവിശേഷത്തിൻ്റെ സുഗന്ധം, ക്രിസ്തുവിൻ്റെ സുഗന്ധം. ഇനി എന്തിന് അമാന്തിക്കണം? ആ വചനം കയ്യിലെടുക്കുമ്പോൾ ഒന്ന് കണ്ണടയ്ക്കുക, ഒപ്പം ഒന്ന് നാസിക വിടർത്തണം. ഒരു പ്രത്യേക സുഗന്ധം നിങ്ങളുടെ നാസികയിലൂടെ നിങ്ങളുടെ ഹൃദയങ്ങളെ കീഴടക്കും. സുവിശേഷത്തിൻ്റെ സുഗന്ധം, ക്രിസ്തുവിൻ്റെ പരിമളം.